നാടൻ ബിരിയാണി വെപ്പിന് വേണ്ടി പോവാം. എണ്ണ ചൂടായി സബോള വഴറ്റിയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റുക. പച്ചമുളക് നമ്മൾ അരയ്ക്കുന്നില്ല, അതങ്ങനെ നേരിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മുഴുവനോടെ. നമ്മൾ പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, കുരുമുളക്, ജാതിപത്രി ഒക്കെ കൂടിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയാൽ മതി. ചെറിയ പാക്കറ്റാണ്, കുറച്ച് അതിൽ ഉണ്ടാവും എല്ലാം. അത് അതിലിപ്പോൾ ആഡ് ചെയ്യണം. അത് കൂട്ടി ഇളക്കി അങ്ങനെ വയ്ക്കുന്നു. ലക്ഷ്മണ നന്നായി ഇളക്കിക്കോട്ടാ. നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു 50 ഗ്രാമോളം മല്ലിപ്പൊടി നമ്മളതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. കളർ നാച്ചുറൽ കളർ ഇട്ടാണ് പിന്നെ കാശ്മീരി ചില്ലി ചേർക്കണേ. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. പൊടികളെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കണം. തക്കാളി ഏറ്റവും ലാസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. തക്കാളി ചേർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഏറ്റവും ലാസ്റ്റ് ചേർക്കണത്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം എല്ലാം നന്നായി വഴറ്റിയിട്ട് ഇനി നമ്മൾ ചിക്കൻ ചേർക്കാൻ പോവുകയാണ് അതിലേക്ക് കേട്ടോ. അതിൽ ചിക്കൻ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളം ഉണ്ടായാലും കുറച്ച്, അപ്പോൾ അത് നമ്മൾ ചിക്കൻ അതിൽ ചേർക്കാൻ പോവാണ്. അതിലേ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ആ വെള്ളം ഒന്ന് പൊക്കോട്ട് വെച്ചിട്ട് കഴുകി ഇനി നമുക്ക് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇതിൽ ചേർക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഗ്രേവിയും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാനുള്ളതാണ്. മൂടി വെച്ച് വേവിക്കണത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നമ്മൾ അധികം വെള്ളം ചേർക്കണ്ട, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൂടി വെച്ച് തന്നെ ആ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ട് ആ ചിക്കൻ തന്നെ വേവും കേട്ടോ. നമ്മളിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകണം കേട്ടോ. നമ്മൾ സബോള വഴറ്റുമ്പോൾ ആദ്യം സബോള ഇട്ട് വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ചേർക്കണ്ട, കോഴിയിൽ പിടിക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. സബോള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് സബോള കരിയാണ്ടിരിക്കാനാണ് കേട്ടോ. അല്ലെങ്കിൽ സബോള ഫ്രൈ ആയി മാറും. അങ്ങനെ സബോള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കണേ. വിറക് നമ്മുടെ കുന്നത്തായ കാരണം ഇഷ്ടംപോലെ വിറകുകളുണ്ട് ഇവിടെ. ചുള്ളിക്കൊമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വയ്ക്കണത്. കശ്മാവിൻ്റെയും റബ്ബറിൻ്റെയും ആ വിറകാണത് കേട്ടോ. വെള്ളം തന്നെ മൂടി വെച്ചാൽ ഉണ്ടാവും. ചിക്കനിലെ വെള്ളമാണത് കണ്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ തിളയ്ക്കണത്.
അപ്പോൾ അത് വെന്തിട്ട് ചിക്കനെല്ലാം വെന്തിട്ട് നമ്മൾ വാങ്ങി വെച്ചു കേട്ടോ. നമ്മൾ അരി കുതിർത്താൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അരി കുതിർത്താൻ വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അരി 2 പ്രാവശ്യം കഴുകി പിന്നെ 3ാമത്തെ പ്രാവശ്യം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ച് ഒരു 3/4 മണിക്കൂറോളം ഇട്ട് വെച്ചിട്ട് നമ്മൾ അരി കുതിർത്തുകയാണ്. ബസുമതി റൈസാണ്, നമ്മൾ ബർക്കത്ത് സിൽവർ എന്ന് പറഞ്ഞ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് 2 പ്രാവശ്യം കഴുകിയെടുക്കുകയാണ്, വീണ്ടും കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ വാര വെച്ചിട്ട് വെള്ളം വാരണം, നല്ലപോലെ വറ്റിക്കാനുള്ള അരിയാണ്, അതുകൊണ്ട് നമ്മൾ നല്ലപോലെ വാരി വയ്ക്കണം കേട്ടോ. നമ്മളിനി അരി വേവിക്കാൻ പോവാം. അരി വേവിക്കാൻ വേണ്ടി ഇപ്പോൾ ചെമ്പ് വെച്ച് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വറക്കാണ്. അതിൻ്റെ കൂടെ സബോള അതിലേക്ക് അരിഞ്ഞിടുക, ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണില്ല, വറുത്തിട്ട് മാറ്റി വയ്ക്കണില്ല, അതിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് വറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ആവട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഒരു 4 പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നമ്മളതിൽ ചേർത്തുണ്ട്. നന്നായി ഇളക്കുക, അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊന്ന് വഴണ്ടി വരട്ടെ. അത് നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിൽ വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് കാരണം നമുക്ക് 1.25 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് അരിയിടാം. നമ്മൾ ആ വെള്ളത്തിൽ ഡാൽഡ നമുക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാം കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് ഡാൽഡ ഉണ്ട്, അത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ചേർക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ, ഒരു 1.5 ചെറുനാരങ്ങ വട്ടത്തിലരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ അതിലിടുന്നത് കേട്ടോ. നേരിട്ടിടുമ്പോൾ പിഴിയേണ്ട ആവശ്യമില്ല, നേരിട്ടിട്ടാൽ മതി. പിന്നെ അത് കോരിയെടുത്ത് മാറ്റി വെച്ചാൽ മതി. ചെറുനാരങ്ങ കഷ്ണം കൂടി ബാക്കിയുണ്ട്, അത് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എന്തായാലും അതിലിരുന്നോട്ടെ. എന്തായാലും വെള്ളം നന്നായി തിളക്കട്ടെ. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നതിനൊപ്പം മൂടി വെച്ചിരിക്കുക. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് നെയ്യ് ഉരുകാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുക. ആ കുപ്പി എല്ലാവരും എനിക്ക് എന്താ കുപ്പി മുകളിൽ വെച്ചിരിക്കുക, ആ നെയ്യ് ഉരുകാൻ വേണ്ടി വെച്ചിരിക്കുക. ഗംഭീര കളിയാണല്ലോ അവിടെ. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. വെള്ളം ഏകദേശം തിളച്ച് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്ന അരിയിൽ നമ്മൾ അരിയിട്ടുണ്ട് കേട്ടോ. അതിൽ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിയിട്ടുണ്ട്. നന്നായി ഇളക്കി, നല്ലപോലെ ഇളക്കി അത് മൂടി വയ്ക്കുക. എല്ലാവരും വെള്ളത്തിലാണ് പട്ട ഗ്രാമ്പൊക്കെ ചേർക്കാറ്. നമ്മളത് ഗ്രേവിയിൽ ചേർത്തിട്ടുണ്ട്. അത് കാരണം നമ്മളിപ്പോൾ അരി വേവിക്കുമ്പോൾ പട്ടയും ഗ്രാമ്പൊന്നും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഗ്രേവി അതിലേക്ക് മിക്സ് ചെയ്യണ കാരണം നമ്മൾ അതിൽ ചേർത്തിരിക്കണേ. അപ്പോൾ ഏകദേശം ചോറ് ഏകദേശം വെന്തുണ്ട്. ഇനി നമ്മൾ ആ ഗ്രേവി അടക്കം ഇതിലേക്ക് അരിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. വെന്ത ചോറിലേക്ക് ഒഴിക്കുകയാണ്. ആ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടോ. കുറച്ച് ഗ്രേവി വെച്ച് ഞാൻ എടുത്തിടാം. കോഴി ഗ്രേവിയും എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച്
കനലെടുത്ത് മുകളിലേക്ക് ഇടുക. നമ്മൾ ദമ്മിടാൻ പോകണം കേട്ടോ. ആ കനലെല്ലാം മുകളിലേക്ക് ഇടണം, തീയുടെ മുകളിലിടണം കേട്ടോ. നീരാവി ഇപ്പോൾ അടിയിൽ നിന്നുള്ള ചൂടുള്ള നീരാവി മുകളിലേക്ക് വന്നിട്ട് വെള്ളം അതിൽ തന്നെ നിൽക്കും. പിന്നെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂടിയിൽ തീയിടണേ. അപ്പോൾ അടിയിൽ നിന്ന് നല്ലപോലെ കനലുണ്ട്, മുകളിലും കനലുണ്ട്. നമ്മൾ 1/4 മണിക്കൂറോളം ദമ്മിട്ട് വെച്ചിട്ട് ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ ബിരിയാണി, നമ്മൾ വമ്പൻ ബിരിയാണി എന്നല്ല, നാടൻ ബിരിയാണി. എസൻസ് ഇല്ല, എസൻസ് ഒന്നും ചേർക്കണില്ല, എല്ലാം നാച്ചുറലായിട്ട്. കളറില്ല, നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തതിൻ്റെ ഗുണം കണ്ടോ, ആ കളർ കണ്ടോ, മഞ്ഞ കളറ്. ഇനി നമ്മൾ എസൻസിന് പകരമാണ് നമ്മൾ പൈനാപ്പിൾ അതിലേക്ക് അരിഞ്ഞിടാൻ പോവുക. എങ്ങനെയുണ്ട് ലക്ഷ്മണ? നോക്ക്. സൂപ്പർ. ആ സൂപ്പറായിട്ട്. നമ്മൾ മറ്റുള്ള കളിയാക്കൊന്നല്ല കേട്ടോ, ഒരു രസം. അത് നമ്മൾ എസൻസിന് പകരം നമ്മളൊരു പൈനാപ്പിൾ അരിഞ്ഞിട്ടാണ്. ഓ എന്താ ചെയ്യല്ലേ, ആക്രാന്തം കൊണ്ടാണേ. ഓക്കെ ഓക്കെ. പൈനാപ്പിൾ നമുക്ക് അതിൽ അരിഞ്ഞിടാം. എന്നിട്ട് അരിഞ്ഞിട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞിടണം അതിലേക്ക്. നമ്മളതിൽ മല്ലിച്ചപ്പും പുതിനയും ചേർക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം സാധനം കിട്ടിയില്ല, അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ വേപ്പല ചേർത്തിട്ടില്ല, വേപ്പലയും കിട്ടിയില്ല നമുക്ക്. അപ്പോൾ ഞങ്ങളൊരു കുന്നത്താണ്, അവിടുന്ന് ഇറങ്ങിപ്പോയി വാങ്ങാനുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ബിരിയാണി വെച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കാം. തൈരിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുള്ള സബോളയാണ് ഇപ്പോൾ ഞാൻ അരിയുന്നത്. സലാഡ് ഉണ്ടാക്കി അതിലേക്ക് സലാഡും സബോളയും ക്യാരറ്റും തൈരും പച്ചമുളകും കൂടി ചേർത്തിട്ട് ചെറിയൊരു സലാഡ് ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ വേണ്ട അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ. അപ്പോൾ അതിരുന്ന് അരിയാണ് കേട്ടോ. തൈര് നമ്മളതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട്, പാകത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. തക്കാളി അതിലൊരെണ്ണം അരിഞ്ഞ് ചേർക്കാം. എന്തായാലും ഒരു തക്കാളി എന്തായാലും ബാലൻസ് ഇരിക്കുന്നത്, അപ്പോൾ അതെന്തായാലും അതിൽ ചേർക്കാം. സാധാരണ തക്കാളി നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ കാരണം തക്കാളി ഒരെണ്ണം ബാലൻസ് വെച്ചപ്പോൾ നമ്മൾ ചേർത്ത് മാത്രം. എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, നന്നായി ഇളകട്ടെ. ഉപ്പിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുക്കാൻ മറന്നു അല്ലേ, വിളമ്പാൻ വേണ്ട, നമുക്കൊരു പണി ചെയ്യാം. ഇതൊരു വാഴയുടെ തണ്ടാണ് കേട്ടോ, വാഴ ഇലയുടെ. കയ്യിലെടുക്കാൻ മറന്നു നമ്മളെ, അത് വിളമ്പണ്ടേ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു കയ്യിൽ പോലെ ഉണ്ടോ, സിമ്പിൾ പണി, നാച്ചുറൽ കയ്യിലാണ്. ഓക്കെ, കയ്യിൽ പോയി. സർലാസ് റെഡി.
വേണ്ടാത്ത ബിരിയാണി കണ്ട എൻ്റെ മോനാണ് അവൻ കിട്ടിയ വഴിക്ക് അവൻ പോയി മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അവൻ തീറ്റ തുടങ്ങി. ഇരുന്നൂറ് അവിടെ നമുക്ക് വിളമ്പി തുടങ്ങാം. എല്ലാവരും ഇല വെട്ടി കാത്തിരിക്കുക. എല്ലാവരും ഓരോ ഇല മുറിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വിളമ്പി തുടങ്ങാം. ലക്ഷ്മണ ആക്രാന്തം കാണിക്കണ്ട.